അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂളിൻ്റെയും അതുപോലെ തന്നെ മാക്സിമം മിനിമം റൂളിൻ്റെയും പ്രൂഫാണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. എഫ് ഇൻറ്റഗ്രബിൾ ആണെന്നുണ്ടെങ്കിൽ കെ എന്നുള്ള ഏതൊരു റിയൽ നമ്പർ എടുത്താലും ഇൻറ്റഗ്രൽ എ ടു ബി കെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് കോൺസ്റ്റൻറ്റ് ഔട്ട്സൈഡ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമുക്കൊരു പാർട്ടീഷൻ വേണം അല്ലേ. ലെറ്റ് പി ഈക്വൽ ടു എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് എൻ ബി എ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് എഴുതാം. പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇനി നമുക്ക് സി കെ എന്നുള്ളൊരു നമ്പറും കൂടെ ചൂസ് ചെയ്യണം അല്ലേ, എന്നാലുള്ള നമുക്ക് റീമാൻ സം ഒക്കെ എഴുതാൻ കഴിയുക. അപ്പോൾ ഫോർ കെ ഈക്വൽ ടു 1 2 etc. n ck, let ck belongs to xk minus 1 xk. പിന്നെ എഫ് ഇൻറ്റഗ്രബിൾ ആണ്, എഫ് ഇൻറ്റഗ്രബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെ എഫും ഇൻറ്റഗ്രബിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഇൻറ്റഗ്രബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സിൻസ് f is integrable over closed interval AB, since f is integrable over closed interval AB, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് നോൺ പി ടെൻസ് ടു 0 എസ് പി അല്ലേ, ഈക്വൽ ടു ലിമിറ്റ് നോൺ പി ടെൻസ് ടു 0 സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഇത്രയും പോർഷൻ നമുക്ക് കിട്ടും. ഇനി നമുക്കറിയാം റീമാൻ സം ഓഫ് ദി ഫംഗ്ഷൻ എഫ് എന്നുള്ളതിൻ്റെ റീമാൻ സമ്മാണ് ഇത് അല്ലേ. സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ എന്നുള്ളത് ഇവിടെ എഫ് ആണ് നമ്മളുടെ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ. അപ്പോൾ എഫിൻ്റെ റീമാൻ സമ്മാണ് ഇത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കെ എഫ് എന്നുള്ളതിൻ്റെ റീമാൻ സം എങ്ങനെ എഴുതാം? ദ റീമാൻ സം ഫോർ ദി ഫംഗ്ഷൻ കെ എഫ് ഓൺ ദ ഇൻ്റർവൽ closed interval AB corresponding to the partition P with the choice of CK അല്ലേ. corresponding to the partition P with the choice of CK is നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ എഫ് അല്ലേ, കെ ഇൻറ്റു എഫ് ഓഫ് സി കെ അല്ലേ, കെ എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് കെ. അപ്പോൾ നമ്മൾ കെ എഫ് എന്നുള്ളതിൻ്റെ റീമാൻ സമ്മ ഡിഫൈൻ ചെയ്യുന്ന വെച്ചാൽ എന്താ എഴുതാം? സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ എഫ് എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇൻറ്റഗ്രൽ എങ്ങനെ എഴുതാം? ഫോർ ഇൻറ്റഗ്രൽ എ ടു ബി കെ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇതാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇൻറ്റഗ്രൽ എ ടു ബി കെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ എ ടു ബി കെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് നോൺ പി ടെൻസ് ടു 0 സിഗ്മ കെ ഈക്വൽ ടു 1 to n ഈ റീമാൻ സമ്മ എഴുതാം അല്ലേ. ഇതാണ് ഇപ്പോൾ നമ്മളുടെ എസ് പി, കെ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ് പി ഇതാണ്. കെ ഈക്വൽ ടു 1 to n കെ എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് കെ അല്ലേ. അപ്പോൾ ഈ കെ എന്നുള്ളത് എന്താണ്? സമ്മേഷൻ്റെ നമുക്ക് പുറത്തെടുക്കാം അല്ലേ. അപ്പോൾ എന്താ എഴുതാം? ലിമിറ്റ് സമ്മേഷൻ്റെ ലിമിറ്റിൻ്റെ ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ കെ ഇൻറ്റു ലിമിറ്റ് നോൺ പി ടെൻസ് ടു 0 എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഇതെന്താണ്? ഇത് എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ നോമാണ് അല്ലേ. എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ എസ് പി, എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ റീമാൻ സമ്മാണ്. എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ റീമാൻ സമ്മാണ് ഈ കിടക്കുന്നത് അല്ലേ. ഇതാണ് ഇത് കിട്ടിയത് നമുക്ക്. അപ്പോൾ ഇതെന്താണ്? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഈക്വൽ ടു കെ ഇൻറ്റു
ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, therefore ഇൻറ്റഗ്രൽ എ ടു ബി കെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതുള്ളൂ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് എന്നുള്ള ഇൻറ്റഗ്രബിൾ ഫങ്ഷൻ, നമുക്ക് എഫ് എന്നുള്ള സ്മോൾ എഫ് എന്നുള്ളൊരു ഇൻറ്റഗ്രബിൾ ഫങ്ഷൻ തന്നിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ എ ടു ബി കെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു പ്രൂഫ് ഇനി ആവശ്യം വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു പാർട്ടീഷൻ എടുക്കണം. അത് ഏതോ ആയിക്കോട്ടെ, അത് നമ്മൾ ഓരോ പ്രൂഫിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് എന്നുള്ള പാർട്ടീഷൻ തന്നെയാണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ സി കെ എന്നുള്ളത് നമ്മൾ എടുക്കുന്നത് എവിടെയാണ്, എക്സ് എൻ മൈനസ് വൺ എക്സ് കെ എന്നുള്ള ഈ ഒരു ഇൻ്റർവെല്ലിനകത്ത് നിന്ന് സി കെ എന്നുള്ളൊരു പോയിൻ്റ് കൊടുത്തു. നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, എഫ് ഇൻറ്റഗ്രബിൾ ആണ്. എഫ് ഇൻറ്റഗ്രബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു എസ് പി, ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സിഗ്മ കെ ഈക്വൽ ടു 1 എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. നമുക്കറിയാവുന്ന ഡെഫിനിഷൻ എഴുതി. ഇനി നമുക്ക് അതുപോലെ തന്നെ റീമാൻ സം ഫോർ ദി ഫങ്ഷൻ കെ എഫ്. എഫിൻ്റെതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണെന്ന് അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ കെ എഫിൻ്റെ റീമാൻ സം എന്താ വരിക, കെ എഫിൻ്റെ ഇത് കെ എഫ് കറസ്പോണ്ടിങ് ടു ദ പാർട്ടീഷൻ പി, ആ നമ്മളെടുത്ത പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ അതുപോലെ തന്നെ നമ്മളെടുത്ത സി കെക്കും കറസ്പോണ്ടിങ് ആയിട്ട് കെ എഫിൻ്റെ റീമാൻ സം എങ്ങനെ എഴുതാം, സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ അല്ലേ. സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ എ ടു ബി കെ എഫ് ഓഫ് എക്സ് ഡി എക്സിനെ എങ്ങനെ എഴുതാം, ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് കെ എന്നാണ് അല്ലേ. ഈക്വൽ ടു കെ എന്നുള്ളത് ഇവിടെ ഇതാവുകൊണ്ട് കോൺസ്റ്റൻ്റ് ആവുകൊണ്ട് ലിമിറ്റിൻ്റെയും സമ്മേഷൻ്റെയും നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ കെ ഇൻറ്റു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഇതെന്താണ്, ഇതെന്ന് പറഞ്ഞാലാണ് ഇൻറ്റഗ്രൽ എ ടു ബി അല്ലേ. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഇത്രയും പോർഷനാണ് എന്ത്, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതി, therefore ഇൻറ്റഗ്രൽ എ ടു ബി കെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എടുത്തു. ക്ലിയർ. അപ്പോൾ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ ഇത്രേ വരുന്നുള്ളൂ. ഇനി ഇതിൽ വരുന്നത് നെക്സ്റ്റ് നമുക്ക് മാക്സിമം മിനിമം റൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാക്സിമം മിനിമം ഇനീക്വാലിറ്റീൻ്റെ പ്രൂഫാണ്. അത് നോക്കാം. മാക്സിമം മിനിമം ഇനീക്വാലിറ്റി എന്തായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. മാക്സിമം മിനിമം ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എഫിനൊരു മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എം എന്നുള്ളത് ഉണ്ട്, അതുപോലെ തന്നെ മിനിമം വാല്യൂ സ്മോൾ എം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻറ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെന്നുണ്ടെങ്കിൽ എം ഇൻറ്റു മിനിമം വാല്യൂ ഇൻറ്റു വി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം വാല്യൂ. ഇതായിരുന്നു മിനിമം മാക്സിമം ഇനീക്വാലിറ്റി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതും പ്രൂവ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എഫ് എന്നുള്ളത് ഇൻറ്റഗ്രബിൾ ആണെന്ന് അറിയില്ലേ, നമ്മളൊരു പാർട്ടീഷൻ എടുക്കണം, അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സി കെ എന്നുള്ള പോയിൻ്റ് കൊടുക്കണം. നമുക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, പ്രൂഫ് വരെയാണ്. ലെറ്റ് പി ഈക്വൽ ടു എക്സ് നോട്ട് എക്സ് വൺ ലെസ് ദാൻ എക്സെട്ര എക്സ് എൻ ബി ദ പാർട്ടീഷൻ അല്ലേ, ബി ദ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എടുത്തു. പിന്നെ നമ്മൾ എന്തെടുക്കുക, സി കെ എന്നുള്ള വാല്യൂ ഫിക്സ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, 4k ഈക്വൽ ടു 1 to എക്സെട്ര എൻ ലെറ്റ് സി കെ ബിലോങ്സ് ടു എക്സ് കെ മൈനസ് 1 എക്സ് കെ. അപ്പോൾ അവിടെ C1 ആണെന്നുണ്ടെങ്കിൽ 2ന് C2 എക്സെട്ര CNന് CN. അപ്പോൾ കെ എന്നുള്ള കോമൺ ആയിട്ട് പറഞ്ഞോളൂ. ഇനി നമ്മൾ എന്തെടുത്തു, നമുക്ക് മാക്സിമം മിനിമം വാല്യൂവിൽ ക്യാപിറ്റൽ എം മാക്സിമം എഫിൻ്റെ സ്മോൾ എം മിനിമം വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് ക്യാപിറ്റൽ എം ബി ദ മാക്സിമം വാല്യൂ ആൻഡ് സ്മോൾ എം ബി ദ മിനിമം വാല്യൂ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇത് നമുക്ക് തന്നതാണ് അല്ലേ. എഫിൻ്റെ മാക്സിമം ആണ് ക്യാപിറ്റൽ എം, അതുപോലെ തന്നെ മിനിമം ആണ് സ്മോൾ എം എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ,
മിനിമം വാല്യൂവിൻ്റെയും മാക്സിമം വാല്യൂവിൻ്റെയും ഇടയിലാണ് നമ്മളുടെ എസ് പി നിൽക്കുന്നത്. അതായത് നമ്മളുടെ റീമാൻ സം അല്ലേ. റീമാൻ സം എന്ന് പറയുമ്പോൾ അതെപ്പോഴും എന്തായിരിക്കും, നമ്മൾ ഗ്രാഫ് വരച്ചിട്ടൊക്കെ നമ്മൾ റീമാൻ സം എഴുതുന്നത് അല്ലേ. അപ്പോൾ മിനിമം വാല്യൂവിൻ്റെയും മാക്സിമം വാല്യൂവിൻ്റെയും ഇടയിലായിരിക്കും റീമാൻ സം ഉണ്ടാവുക. അപ്പോൾ ദെൻ ഫോർ ഓൾ k ഈക്വൽ ടു 1 to എക്സെട്രായെ നമുക്കിങ്ങനെ എഴുതിക്കൂടെ. സിഗ്മ k ഈക്വൽ ടു 1 to n m ഡെൽറ്റ എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to n m ഡെൽറ്റ എക്സ് കെ. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് എഴുതിയത് മനസ്സിലായോ? ഇത് എന്തെടുത്തത്, സിഗ്മ k ഈക്വൽ ടു 1 to n m ഡെൽറ്റ എക്സ് കെ. അതായത് നമ്മൾ എടുത്ത മാക്സിമം വാല്യൂ സിഗ്മ k ഈക്വൽ ടു 1 to n m ഡെൽറ്റ എക്സ് കെ എന്ന് പറയുമ്പോൾ ഇത് ഏത് വരെയുള്ള വാല്യൂസ് വരും? ഫസ്റ്റ് k 1 കൊടുക്കുക അല്ലേ. 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ഡെൽറ്റ എക്സ് നോട്ട് x1 വരും. പിന്നെ ഡെൽറ്റ x2, ഡെൽറ്റ x3, അതിൻ്റെയൊക്കെ കൂടെ സമ്മേഷനാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് പോയിൻ്റ് ലാസ്റ്റ് പോയിൻ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അതായത് ഫസ്റ്റ് പോയിൻ്റ് ലാസ്റ്റ് പോയിൻ്റ് മാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ b മൈനസ് എന്ന് വരുള്ളൂ. അപ്പോൾ നമ്മൾ മിനിമം വാല്യൂവിൻ്റെ ഈ സമ്മേഷൻ്റെയും മാക്സിമത്തിൻ്റെ ഇടയിലും ആയിരിക്കും എന്തായാലും നമ്മളുടെ എന്ത് വരിക, ഫങ്ഷണൽ വാല്യൂ അല്ലേ. നമുക്കറിയാവുന്ന ജനറൽ കേസാണിത്. മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇടയിലാണ് നമ്മളുടെ എന്ത് വരിക, ഫങ്ഷൻ അല്ലേ. റീമാൻ സം എന്നുള്ള ഈ ഫങ്ഷൻ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എന്ത് എഴുതാം, അതിൽ എം ഈ ഒരു സമ്മേഷൻ്റെ പുറത്തെടുക്കുക അല്ലേ. അപ്പോൾ എം ഇൻറ്റു സിഗ്മ k ഈക്വൽ ടു 1 to n ഡെൽറ്റ എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു സിഗ്മ k ഈക്വൽ ടു 1 to n ഡെൽറ്റ എക്സ് കെ ഈക്വൽ ടു ഇതിനെന്തെഴുതാം, എം ഇൻറ്റു ഇവിടെ നമ്മൾ ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ ഫസ്റ്റ് എന്ത് വരും, ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2. അതങ്ങനെ ആയത് പറഞ്ഞാൽ ഇതെന്ത് വരും, ഫസ്റ്റ് ഇത് ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2 പ്ലസ് എക്സെട്രാ പ്ലസ് ഡെൽറ്റ എക്സ് എന്നാണ് വരുന്നത് അല്ലേ. അത് നമുക്ക് എന്തെഴുതാം, എം ഇൻറ്റു എന്തെഴുതാം, x0 മൈനസ് x1 പ്ലസ് x1 മൈനസ് x2 പ്ലസ് എക്സെട്രാ പ്ലസ് xn മൈനസ് 1 മൈനസ് xn ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാതും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ലാസ്റ്റ് x0 മൈനസ് xn ഉണ്ടാവും. അതായത് xn മൈനസ് x0. ഇതിനെ നമുക്ക് എന്ത് എഴുതാം, എം ഇൻറ്റു xn എന്ന് പറയുന്നത് b ആണ്, x0 എന്ന് പറയുന്നത് a ആണ് അല്ലേ. അപ്പോൾ b മൈനസ് a. അപ്പോൾ നമുക്ക് ഇത്രയും പോർഷനെ എന്തെഴുതാം, ഇത്രയും പോർഷനെ എം ഇൻറ്റു b മൈനസ് a എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതുള്ളൂ, എം ഇൻറ്റു b മൈനസ് a എന്ന് ഇത്രയും പോർഷനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ നമുക്ക് ഈ പ്ലേസിന് പകരം എന്തെഴുതാം, എം ഇൻറ്റു ബി മൈനസ് എ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം, ഇതിന് പകരം എന്തെഴുതാം, എം ഇൻറ്റു ബി മൈനസ് എ അല്ലേ. എം ഇൻറ്റു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതെന്തെഴുതുന്നത് അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ സിഗ്മ k ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. അതുപോലെ ഇത് കാണും. അപ്പോൾ ഇത് നമ്മൾ ചെയ്തപ്പോൾ എം ഇൻറ്റു ബി മൈനസ് എ എന്ന് കേട്ടോ. അതുപോലെ ഇതും ചെയ്താൽ എന്താ വരിക, ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ അല്ലേ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് എല്ലാ പാർട്ടീഷനും ട്രൂ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് പി എന്നുള്ള ഈ ഒരു x0 x1 എക്സെട്രാ x എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടീഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഏതൊരു പാർട്ടീഷൻ എടുത്താലും അതിനൊക്കെ എന്തായിരിക്കും, ഈ വാല്യൂ ട്രൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നോം പി എന്നുള്ള വാല്യൂ കൂടെ കൊടുക്കുക. നോം പി ടെൻസ് ടു 0 എന്നുള്ള വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, വിച്ച് ഇംപ്ലൈസ് എം ഇൻറ്റു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം, ഈ വാല്യൂ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ അല്ലേ. ഇതിൻ്റെ ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ ഇതിന്ന് ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ അങ്ങനെ വേണ്ട, അപ്പോൾ ഇങ്ങനെ എഴുതി. ഇതെന്താണ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റഗ്രൽ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ.
ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, കാരണം എഫ് എന്താണ് ഇൻറ്റഗ്രബിൾ ഓവർ ക്ലോസ് ഇൻ്റർവൽ എ ബി ആൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ എ ബി എഫ് ഓഫ് എക്സ് ടി എക്സിനെ എന്ത് എഴുതാം, ലിമിറ്റ് നോൺ പി ടെൻസ് ടു 0 എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. അപ്പോൾ നമുക്ക് പ്രൂഫായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രേ ചെയ്തുള്ളൂ. പി എന്നുള്ള ഒരു പാർട്ടീഷൻ എടുത്തു, പിന്നെ അതുപോലെ തന്നെ സി കെ എന്നുള്ള നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചൂസ് ചെയ്തു. ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ, സ്മോൾ എം എന്നുള്ളത് മിനിമം വാല്യൂ ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറലായിട്ട് നമ്മൾ എഴുതുന്നതാണ് അല്ലേ, മാക്സിമം വാല്യൂ നമ്മൾ എഴുതുന്നതാണ്. മാക്സിമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇടയിലാണ് എപ്പോഴും എന്ത് വരിക, ഒരു ഫംഗ്ഷൻ വരിക. ആ കൺസെപ്റ്റിൽ എഴുതിയെന്നുള്ളത്. അപ്പോൾ ഇവിടെ സമ്മേഷനും കൂടെ, അപ്പോൾ മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെ ഇടയിലാണ് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, സിഗ്മ കെ ഈക്വൽ ടു 1 to n m ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് ലെസ് ദാൻ. അപ്പോൾ സമ്മേഷനും കൂടെ കൊടുത്തു എന്നുള്ളൂ. പിന്നെ എം എന്നുള്ള കൊടുത്തു, പിന്നെ അതിൻ്റെ കൂടെ എന്ന് കൂടെ കൊടുത്തു, ഡെൽറ്റ എക്സ് എന്നുള്ള ഈ ഒരു വേരിയബിളും കൂടെ കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെ ഇടയിലാണ് ഫംഗ്ഷൻ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെ ഇടയിലാണ് ഫംഗ്ഷൻ വരിക അല്ലേ. അപ്പോൾ അതിൻ്റെ സമ്മേഷൻ കൊടുത്തു. അപ്പോൾ സമ്മേഷൻ്റെ പുറത്ത് എമ്മിനെ സൈഡ് എടുത്തുമ്പോൾ സിഗ്മ കെ ഈക്വൽ ടു 1 to n ഡെൽറ്റ എക്സ് കെ എന്ന് എഴുതാം അല്ലേ. അങ്ങനെ എഴുതി. ഇതെന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ബി മൈനസ് എ ആണ്. അപ്പോൾ അതുപോലെ അതിന് ഇവിടെ എന്ത് ചെയ്തു, എം ഇൻറ്റു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ബാക്കി ഇത്രയും പോർഷൻ എഴുതി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ. അപ്പോൾ അത്രയും എഴുതി കഴിഞ്ഞു. പിന്നെ എം ഇൻറ്റു ബി മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് ഒരു പാർട്ടീഷനാണ്. നമ്മൾ ഒരു പാർട്ടീഷൻ എടുത്തതുപോലെ എല്ലാ പാർട്ടീഷൻ എടുത്താലും അതിനൊക്കെ എന്തായിരിക്കും, ഇത് ട്രൂ ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് ട്രൂ ഫോർ എവരി പാർട്ടീഷൻ ആൻഡ് നോൺ പി ടെൻസ് ടു 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ലിമിറ്റ് നോൺ പി ടെൻസ് ടു 0 എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ എന്ന് എഴുതാം അല്ലേ. എഫ് ഇൻറ്റഗ്രബിൾ ആവുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെന്ത് എഴുതാം, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. എഫ് ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് തന്നെ ഇത്രയും പോർഷൻ നമുക്ക് എന്ത് എഴുതാം, ഇൻറ്റഗ്രൽ. അപ്പോൾ നമുക്ക് എന്ത് എഴുതും, എം ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ എന്ന് എഴുതും. അപ്പോൾ ഇതാണ് നമ്മളുടെ മിനിമം മാക്സിമം ഇനീക്വാലിറ്റി വരുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ചെയ്യാനുള്ള 1-2 പ്രൂഫും കൂടെ ഉണ്ട്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ ജസ്റ്റ് ജനറലായിട്ട് ചെയ്യണമെന്നുള്ളൂ, പാർട്ടീഷനൊക്കെ എടുത്ത് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ത്രീ ജനറൽ ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞിട്ട് 3 പ്രൂഫ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇൻറ്റഗ്രൽ എ ടു ബി സി ഡി എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ബി മൈനസ് എ, വേർ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ, ഇൻറ്റഗ്രൽ എ ടു ബി സി ഡി എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ബി മൈനസ് സി ആണ് അല്ലേ. സി എന്നുള്ളത് കോമൺ ആയിട്ട് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ എ ടു ബി ഡി എക്സ് ആയി മാറും ഇത്. അപ്പോൾ ഇൻറ്റഗ്രൽ എ ടു ബി ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി മൈനസ്. ഇത് നമ്മളിപ്പോൾ ചെയ്ത ആ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തേത് വരുന്നത് ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി. അപ്പോൾ ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ, നമുക്കറിയുന്ന കാര്യമല്ലേ ഇത്. ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സിനെ ഇതിന് നമ്മൾ ജനറലായിട്ടൊരു പ്രൂഫ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾ സാധാ ഇൻറ്റഗ്രേഷനിൽ ഇപ്പോൾ അതെങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഞാനിവിടെ എഴുതിത്തരാം. ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ് അല്ലേ. ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സിനെ നമ്മൾ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാറുള്ളത്, എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ. എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ് ഇൻറ്റഗ്രേഷൻ വരിക അല്ലേ. എക്സിൻ്റെ എ ടു ബി എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക, ഫസ്റ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇതാണ് ആൻസർ, നമുക്കറിയാം അല്ലേ. ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2 എക്സ് സ്ക്വയർ ബൈ 2 ചെയ്യുമ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ നമുക്കിതിന് എങ്ങനെ ജനറൽ പ്രൂഫ് കൊടുക്കാം, എങ്ങനെ പ്രൂഫിലൂടെ പാർട്ടീഷനൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇത് 2 കേസായിട്ടാണ് ചെയ്യുന്നത്. ബി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കേസും അതുപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ 0. ഈ 2 കേസിലും നമ്മൾ കാണും. ഈ 2 കേസും കണ്ടതിന് ശേഷം നമ്മൾ പ്രോപ്പർട്ടീസ് ഇൻറ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0ക്ക് പ്രൂവ് ചെയ്യും, പിന്നെ എ ഗ്രേറ്റർ ദാൻ 0 സിമിലർ വേ എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ 0ൻ്റെ കേസ് എടുക്കാം.
ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് പ്രൂഫ് തുടങ്ങുകയാണ്. ഫോർ എനി റിയൽ നമ്പർ ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ബി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഒരു റിയൽ നമ്പർ എടുത്താൽ ലെറ്റ് എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി 0b2 -∞ to ∞, b defined by f of x equal to x and let p equal to പാർട്ടീഷൻ എടുക്കുന്നത് 0 b by n 2b by n etc n minus 1 into b into b. ബി എ പാർട്ടീഷൻ ഓഫ് ക്ലോസ് ഇൻ്റർവെൽ 0b. പിന്നെ സി കെ എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് ഫോർ കെ ഈക്വൽ ടു 1 to etc എന്നിന് സി കെ ചൂസ് ചെയ്യുന്നത് കെ ബി ബൈ എൻ ആയിട്ടാണ് സി കെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ചൂസ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഈ പ്രൂഫിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നതാണ്. എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0b2, കാരണം നമ്മൾ ബി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള വാല്യൂവിനാണ് ഫസ്റ്റ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0b2 -∞ to ∞ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. പാർട്ടീഷൻ എന്ന് പറയുന്നത് 0b by n 2b by n etc n minus b by n. പിന്നെ അതുപോലെ തന്നെ സീക്ക എന്ന് പറയുന്നത് കെ ബി ബൈ എൻ. ഇത്ര എടുത്തു. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ റീമാൻ സം ഓഫ് എഫ് എന്നുള്ളതിൻ്റെ റീമാൻ സം എങ്ങനെ എഴുതാം? ഈ എഫ് എന്നുള്ളതിൻ്റെ റീമാൻ സം കറസ്പോണ്ടിങ് ടു ദിസ് പാർട്ടീഷൻ അല്ലേ. ഈ പാർട്ടീഷനും ഈ ഒരു സി കെ എന്നുള്ള ഈ ഒരു നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ് പി നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പാർട്ടീഷൻ്റെ നോം കണ്ടെത്താം. നോം എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ മാക്സിമം വാല്യൂ അല്ലേ. നോം എന്ന് പറയുന്നത് മാക്സിമം ഓഫ് ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഡെൽറ്റ x1 ഡെൽറ്റ x2 എക്സെട്ര വരുന്നത് അല്ലേ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ വരുന്നത്? ബി ബൈ എൻ അല്ലേ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് ബി ബൈ എൻ. അപ്പോൾ ഇതിലൂടെ ബി ബൈ എൻ ആണ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ മാക്സിമം ഓഫ് ബി ബൈ എൻ എക്സെട്ര ബി ബൈ എൻ. അപ്പോൾ എന്താ വരിക? ബി ബൈ എൻ അല്ലേ. അപ്പോൾ നോം കിട്ടി എന്താണ്? ബി ബൈ എൻ ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീമാൻ സം എങ്ങനെ കാണാം? റീമാൻ സം ഓഫ് എഫ് corresponding to the partition P and with the choice of CK is SP equal to എങ്ങനെ എഴുതാം? SP equal to sigma k equal to 1 to n f of CK into delta xk അല്ലേ, equal to സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ. എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് അല്ലേ. എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്തെടുത്തുള്ളത്? എക്സ് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സി കെക്ക് പകരം എന്ത് എഴുതാം? സി കെ. എഫ് ഓഫ് എക്സ് എക്സ് ആകുമ്പോൾ എഫ് ഓഫ് സി കെ എന്താ വരിക? സി കെ അല്ലേ. സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെക്ക് പകരം എന്ത് എഴുതാം? എക്സ് കെ മൈനസ് 1 എഴുതാം. ഓക്കെ, ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n സി കെ ഇൻറ്റു സി കെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. സി കെ എങ്ങനെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്? കെ ബി ബൈ എൻ ആണ് അല്ലേ. അപ്പോൾ ഈ സി കെൻ്റെ പ്ലേസിൽ എന്ത് ചെയ്യുക? കെ ബി ബൈ എൻ കൊടുക്കുക. അപ്പം വരും കെ ബി ബൈ എൻ ഇൻറ്റു എക്സ് കെ. എക്സ് കെ എന്താ വരിക? എക്സ് കെ എന്നുള്ളത് എന്താ വരിക? സി കെ എന്നുള്ളത് കെ ബി ബൈ എൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്നുള്ളൊരു വേരിയബിൾ കൊടുത്തു എന്നുള്ളത്. അപ്പോൾ കെ ബി ബൈ എൻ തന്നെ വരും അല്ലേ. എക്സ് കെയും എന്ത് വരും? കെ ബി ബൈ എൻ മൈനസ് എക്സ് കെ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? കെ മൈനസ് 1 ഇൻറ്റു ബി ബൈ എൻ. ഓക്കെ, ഈക്വൽ ടു നമുക്ക് ഇതിന് എന്ത് എഴുതാം? സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ ബി ബൈ എൻ മൈനസ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എഴുതണമെങ്കിൽ അപ്പോൾ എന്തൊരു ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ എൻ ബി പ്ലസ് ബി എൻ വരും അല്ലേ. ബൈ എൻ എന്നും കൂടെ ഉണ്ട്. സോറി, ബൈ എൻ. കെ ബി ബൈ എൻ മൈനസ് കെ എൻ ബി പ്ലസ് ബി എൻ ബൈ എൻ. ഇനി എന്ത് ചെയ്തു? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉള്ളിലേക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ഈ കെ ബിയും ചെയ്ത് നോക്കാം.
ഈക്വൽ ടു, ഞാൻ ആ സ്റ്റെപ്പ് ഒന്നും കൂടെ എഴുതുകയാണ് ഇവിടെ എഴുതിയിരുന്നത്. സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ ബി ബൈ എൻ മൈനസ് കെ മൈനസ് 1 ഇൻറ്റു ബി ബൈ എൻ അല്ലേ. ഇങ്ങനെയായിരുന്നു അവിടെ സ്റ്റെപ്പ് ഉണ്ടായത്. ഇനി ഇതിനെ നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ ബി ബൈ എൻ. അപ്പോൾ ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ ബി എൻ മൈനസ് ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യല്ലേ, എന്ത് വരും? കെ ബി എൻ പ്ലസ് ബി എൻ ഓൾ ഡിവൈഡഡ് ബൈ എൻ വരും അല്ലേ. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബി എൻ ബൈ എൻ സ്ക്വയർ, എൻ ഇൻറ്റു എൻ എൻ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ ബി ബൈ എൻ ഇൻറ്റു ഇവിടെ ഒരു ബി എന്നും ഉണ്ട് ബൈ എൻ സ്ക്വയർ ആണ് അല്ലേ. എന്നും എന്നും ക്യാൻസൽ ചെയ്തിട്ട് ബി ബൈ എൻ വരും അല്ലേ. അപ്പോൾ ഇൻറ്റു ബി ബൈ എൻ ആണ് ഇത്. ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള പോർഷൻ ബി ബൈ എൻ വരും. ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ ബി സ്ക്വയർ ബൈ എൻ സ്ക്വയർ വരും അല്ലേ. അപ്പോൾ നമുക്കിതിന് എന്ത് എഴുതാം? ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എൻ സ്ക്വയർ എന്നുള്ളത് എന്താണ്? ഒരു നമ്പറാണ് അല്ലേ. നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ. ഇതെന്താണ്? ദെൻ ഇൻറ്റു n പ്ലസ് 1/2 അല്ലേ. അപ്പോൾ എന്ത് എഴുതാം? ബി സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് എഴുതാം. അപ്പോൾ ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? n സ്ക്വയർ. ഇവിടെ അത് ചെയ്യുമ്പോൾ എന്ത് വരും? n സ്ക്വയർ പ്ലസ് n ബൈ 2 ആണ് വരിക അല്ലേ. ഇതെന്ന് എന്ത് ചെയ്യുക? ആ 1/2 കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരു n സ്ക്വയറും കൂടെ കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്ത് എഴുതും. അപ്പോൾ എന്ത് വരും? ചെയ്ത് കഴിയുമ്പോൾ 1/2 ഇൻറ്റു 1 പ്ലസ് 1/n, അതായത് നമ്മളിവിടെ ചെയ്ത് കഴിയുമ്പോൾ ബി സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 നമുക്ക് എന്ത് എഴുതാം? n സ്ക്വയർ പ്ലസ് n ബൈ 2 ആണ് ഇത് വരിക അല്ലേ. ഇത്രയും പോർഷനാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബി സ്ക്വയർ ബൈ 2, ഈ 2 എന്നുള്ളത് കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി ഇത്രയും പോർഷൻ എന്താ ഉള്ളത്? ഇവിടെ n സ്ക്വയർ പ്ലസ് n ബൈ എൻ സ്ക്വയർ ഉണ്ടാവും അല്ലേ. അത് നമുക്ക് എന്ത് എഴുതാം? 1 പ്ലസ് 1/n. ഓക്കെ, 1 പ്ലസ് 1/n. ഈ 2നെ ഇങ്ങോട്ട് കൊടുന്നു, ഈ n സ്ക്വയറിനെ ഇങ്ങോട്ട് എഴുതി. അത്രേ ചെയ്തുള്ളൂ. 1/2ലെ 1/2നെ ഇങ്ങോട്ട് കൊടുന്നു. n സ്ക്വയർ പ്ലസ് n ബൈ എൻ സ്ക്വയർ എന്നുണ്ടാവും. ആ n സ്ക്വയറും കൂടെ എന്താകും? 1 പ്ലസ് n സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ട് 1 പ്ലസ് n ബൈ എൻ സ്ക്വയർ എന്നുണ്ടാവും. എന്ത് വരും? 1/n വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതാണ് നമ്മളുടെ എന്ത്? എസ് പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോം പി ഇതാ കിട്ടിയിരുന്നു അല്ലേ. നോം പി എന്താ കിട്ടിയിരുന്നത്? ബി ബൈ എൻ ആണ് കിട്ടിയിരുന്നത് അല്ലേ. ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നോം പി ടെൻസ് ടു എന്താണ്? 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 1/n എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ നമുക്ക് എസ് പിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ബി സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 പ്ലസ് 1/, ഇൻഫിനിറ്റി അല്ലേ. 1/∞ പറയുമ്പോൾ 0. അപ്പോൾ നമുക്ക് എസ് പിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ബി സ്ക്വയർ ബൈ 2 ആണ് കിട്ടും. അതായത് ദെർഫോർ ഇൻറ്റഗ്രൽ 0 ടു ബി, നമ്മൾ ബി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള വാല്യൂവിനാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതായത് 0 ടു ബി എന്നുള്ള ഇൻ്റർവെല്ലിൽ നിന്നാണ് എഫ് ഡിഫൈൻ ചെയ്തത് അല്ലേ. 0 ടു ബി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള ഈ ഒരു ഇൻ്റർവെല്ലിനകത്താണ് എഫ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ 0 ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, 0 ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് ഇവിടെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എക്സ് ആയിരുന്നു അല്ലേ. ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ബി സ്ക്വയർ ബൈ 2 അല്ലേ. ബി സ്ക്വയർ ബൈ 2 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സിമിലർ വേ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതുക? ഫോർ എ ഗ്രേറ്റർ ദാൻ 0, എ ഗ്രേറ്റർ ദാൻ 0ക്ക് ഇതുപോലെ ചെയ്ത് വരുമ്പോൾ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ഇനി ഇത് സിമിലർലി എന്ന് എഴുതുക. സിമിലർലി ഫോർ എ ഗ്രേറ്റർ ദാൻ 0 എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ 0 ടു എ, 0 ടു ബി എന്നുള്ളത് എന്തായി മാറും? 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇവിടെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു എ എക്സ് ഡി എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. 0 ടു എ ആകുമ്പോൾ എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി, എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഇനി ഇതിന്ന് എങ്ങനെ നമുക്ക് ഇതിലേക്ക് പോകാൻ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് 0 ടു ബി ഗ്രേറ്റർ ദാൻ 0യിലും കിട്ടി, ബി ലെസ് ദാൻ 0 കിട്ടി.
നമ്മളുടെ പ്രോബ്ലം എന്തായിരുന്നു, 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബിയിൽ എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എ ഗ്രേറ്റർ ദാൻ 0ലും ബി ഗ്രേറ്റർ ദാൻ 0ലും നമുക്ക് വാല്യൂ കിട്ടി. ഇനി ഇതിൽ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ എഴുതാം, ഫോർ ഇനി 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി. ഇത്രയും പോർഷനാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. നമുക്കിവിടെ അഡിറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഇൻറ്റഗ്രേഷൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇതായിരുന്നു അല്ലേ. അഡിറ്റീവ് പ്രോപ്പർട്ടി എഫ് എന്നുള്ളത് ഇൻറ്റഗ്രബിൾ ആണ് ഓവർ ക്ലോസ് ഇൻ്റർവൽ എ ബി ആൻഡ് ബി സി. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻറ്റഗ്രബിൾ ഓവർ ക്ലോസ് ഇൻ്റർവൽ എ സി ആണെന്ന് കൂടെ നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ബി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൾ ടു ഇൻറ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമ്മളിപ്പോൾ സാധാരണ അസോസിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. എ ടു ബി ബി ടു സി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എ ടു സി ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണം വെച്ചിട്ട് എങ്ങനെ, ഇപ്പോൾ നമുക്ക് രണ്ട് ഇൻറ്റഗ്രൽ കിട്ടിയിട്ടുണ്ട് അല്ലേ, അതൊന്ന് ഇനി എങ്ങനെ മറ്റേ ഇൻറ്റഗ്രലിലേക്ക് എത്താന്നുള്ളത് ഈ ഒരു അഡിറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ത്, ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ, ഇൻറ്റഗ്രൽ 0 ടു എ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ബി എക്സ് ഡി എക്സ് എന്ന് എഴുതിക്കൂടെ. അഡിറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് 0 ടു എ 0 ടു ബി പറയുമ്പോൾ എന്ത് വരും, 0 ടു എ ടു ബി. ഓക്കെ, 0 ടു എയും എ ടു ബിയും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 0 ടു ബി എന്ന് എഴുതിക്കൂടെ. 0 ടു എ എക്സ് ഡി എക്സ് പ്ലസ് എ ടു ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 ടു ബി എക്സ് ഡി എക്സ്. ഓക്കെ, എ ടു ബി ബി ടു സി എന്ന് പറയുമ്പോൾ എ ടു സി എന്ന് പറയുന്ന പോലെ 0 ടു എ ടു ബി എന്ന് പറയുമ്പോൾ 0 ടു ബി. ഓക്കെ, ഇതാണ് നമ്മളുടെ അഡിറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് 0 ടു എ എക്സ് ഡി എക്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, 0 ടു ബി എക്സ് ഡി എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെന്താ കിട്ടിയത്, എ സ്ക്വയർ ബൈ 2 അല്ലേ, പ്ലസ് ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ് നമുക്കറിയില്ല ഈക്വൽ ടു ഇതും കിട്ടിയിട്ടുണ്ട് എന്താണ്, ബി സ്ക്വയർ ബൈ 2 അല്ലേ. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യുക അല്ലേ. ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് അങ്ങോട്ട് പോകും അല്ലേ. ബി സ്ക്വയർ ബൈ 2 മൈനസ് എന്ത് വരും, എ സ്ക്വയർ ബൈ 2. അപ്പോൾ എന്ത് കിട്ടി, ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2. അപ്പോൾ അതായിരുന്നു നമുക്ക് എന്ത് കിട്ടേണ്ടിയിരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്തത് ഒന്നും കൂടെ പറയാം. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ ക്യൂബ് വരുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്, ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ് ഈക്വൾ ടു ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2, 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം രണ്ട് കേസായിട്ട് അത് ചെയ്യുന്നത്, ബി ഗ്രേറ്റർ ദാൻ 0ക്കും അതുപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ 0ക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഫോർ എനി റിയൽ നമ്പർ ബി ഗ്രേറ്റർ ദാൻ 0 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ക്ലോസ് ഇൻ്റർവൽ 0 ബി ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഫിക്സ്ഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നാക്കിയിട്ട് നമ്മളെടുത്തു. അതുപോലെ തന്നെ പി എന്നുള്ള പാർട്ടീഷൻ ഇങ്ങനെ എടുത്തു, സി കെ എന്നുള്ളത് ഇനിയും ചൂസ് ചെയ്തു. ഇനി നോം പി കാണാം. നോം പി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോ ഇൻ്റർവെൽസുകളുടെയും ലെങ്ത്തുകളുടെ ഡിഫറൻസ് എടുത്തിട്ട് മാക്സിമം കാണാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് എന്താണ്, ബി ബൈ എൻ ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാലും ബി ബൈ എൻ. അപ്പോൾ നോം പി കിട്ടി. ഇനി നമുക്ക് റീമാൻ സം, എഫിൻ്റെ റീമാൻ സം കറസ്പോണ്ടിങ് ടു ദിസ് പാർട്ടീഷൻ ഇത് ചോയ്സ് ഓഫ് കെ ബി എ ബൈ എൻ എന്ന് പറയുന്നത് എന്താ വരിക, സിഗ്മ കെ ഈക്വൽ ടു 21 എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് കെ. സിഗ്മ കെ ഈക്വൽ ടു 21 സി കെ എന്നിട്ട് എഫ് ഓഫ് എക്സ് എക്സ് ആവുകൊണ്ട് തന്നെ എഫ് ഓഫ് സി കെ ആയിരിക്കും, എക്സ് കെ മൈനസ് 1. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി സ്റ്റെപ്പ് അടുത്ത പേജിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത പേജിൽ പറയാം, ഇവിടെ വേണമെന്നില്ല കേട്ടോ. ദിസ് ഈക്വൽ ടു സി കെ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, സി കെ എന്ന് പറയുന്നത് എന്താണ്, കെ ബി ബൈ എൻ ആണ് അല്ലേ. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും, സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ ബി ബൈ എൻ മൈനസ് കെ എക്സ് കെ മൈനസ് 1ന് കെ മൈനസ് 1 ബൈ ബി ബൈ എൻ എഴുതും. ഓക്കെ, സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ ബി ബൈ എൻ. ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ബി ബൈ എൻ മാത്രം വരും. അപ്പോൾ സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ ബി ബൈ എൻ ഇൻറ്റു ബി ബൈ എൻ. ഓക്കെ, അപ്പോൾ ബി സ്ക്വയർ ബൈ എൻ സ്ക്വയർ എന്ന് വരും. ബി സ്ക്വയർ ബൈ എൻ സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. ഇത് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആണ്. അങ്ങനെ എഴുതി ബി സ്ക്വയർ ബൈ n ഇൻറ്റു n പ്ലസ് 1 n സ്ക്വയർ പ്ലസ് n ബൈ 2 എന്ന് എടുത്തു. ഇനി 1 ബൈ 2നെ ബി സ്ക്വയറിൻ്റെ പ്ലേസിൽ കൊടുക്കുന്നുള്ളൂ, ബി സ്ക്വയർ ബൈ 2. അപ്പോൾ ഇതിൻ്റെ പ്ലേസിൽ എന്തുണ്ടാവും, n സ്ക്വയർ പ്ലസ് n ബൈ 2 അല്ലേ. n സ്ക്വയർ പ്ലസ് അങ്ങനല്ല, n സ്ക്വയർ പ്ലസ് n ബൈ n സ്ക്വയർ എന്നാണ് ഉണ്ടാവുക അല്ലേ. ഇത്രയും പോർഷൻ ഉണ്ടാവുക, n സ്ക്വയർ പ്ലസ് n ബൈ n സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാം, n സ്ക്വയർ ബൈ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ. 1 പ്ലസ് 1 ബൈ ഇത് വരും 1 ബൈ n വരും. അതാണ് 1 പ്ലസ് 1 ബൈ n അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു,
നമുക്ക് നോം പി കിട്ടിയിട്ടുണ്ട് ബി ബൈ എൻ ആണ്. അപ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നോം പി ടെൻസ് ടു 0 ആണ്. അപ്പോൾ എസ് പിയുടെ വാല്യൂ കിട്ടും. ഇത് 0യിലേക്ക് പോകുന്നതുകൊണ്ട് എസ് പി ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. എസ് പി ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഇനി അത്രയും വാല്യൂ കിട്ടി. എസ് പി ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് എഴുതിയും ഇൻറ്റഗ്രൽ എസ് പി ഈക്വൽ ടു എഫ് ഇൻറ്റഗ്രബിൾ ആവുകൊണ്ട് തന്നെ ക്ലോസ് ഇൻ്റർവൽ 0 to ബിയിൽ ഇൻറ്റഗ്രബിൾ ആവുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റഗ്രൽ 0 to ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് എന്ത് എഴുതാം ഇൻറ്റഗ്രൽ 0 to ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2. ഇൻറ്റഗ്രൽ 0 to ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് എന്ത് വരിക എസ് പി വരിക അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമ്മൾ നേരത്തെ ഇൻറ്റഗ്രൽ എ ടു ബി എന്ന് എഴുതിയിരുന്നു. അവിടെ എ ടു ബിയിലാണ് ഡിഫൈൻ ചെയ്തത്, ഇവിടെ 0 to ബിയിലായിരുന്നു. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടും ഇൻറ്റഗ്രൽ 0 to ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2. അപ്പോൾ ഇതൊരു പോർഷൻ കിട്ടും അല്ലേ. അടുത്തത് ഇതേപോലെ എന്ത് ചെയ്യുക സിമിലർ എ ഗ്രേറ്റർ ദാൻ 0ക്ക് ഇൻറ്റഗ്രൽ 0 to എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 ആണെന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യാൻ നമ്മൾ അഡിറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. ഇൻറ്റഗ്രൽ 0 to എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 0 to ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്ന് കൊടുത്തു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ജനറലായിട്ട് തിയററ്റിക്കലായിട്ട് ഇതിൻ്റെ പ്രൂഫ് കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തേത്. ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ബി ക്യൂബ് ബൈ 3 മൈനസ് എ ക്യൂബ് ബൈ 3 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി. അപ്പോൾ ഇതിപ്പോൾ നേരത്തെ നമ്മൾ എ ടു ബി എക്സ് ഡി എക്സ് എടുത്തത്. അപ്പോൾ ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2. ഇവിടെ എ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ബി സ്ക്വയർ ബി ക്യൂബ് ബൈ 3 മൈനസ് എ ക്യൂബ് ബൈ 3 ഒരു പവർ കൂടി അല്ലേ. ഇതിപ്പോൾ നമുക്ക് സാധാരണ ഇൻറ്റഗ്രേഷനിൽ അറിയാം ഇതിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരിക എക്സ് ക്യൂബ് ബൈ 3 അല്ലേ. അപ്പോൾ അതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി ക്യൂബ് എന്ന് വരും. ബി ക്യൂബ് ബൈ 3 മൈനസ് എ ക്യൂബ് ബൈ 3 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ പ്രൂഫ് പാർട്ടീഷനൊക്കെ എടുത്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക ഫോർ ബി ഗ്രേറ്റർ ദാൻ 0 എഫ് ഫ്രം ക്ലോസ് ഇൻ്റർവൽ 0 ബൈ 2 മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലെടുത്ത പോലെ തന്നെ പാർട്ടീഷൻ പി ഈക്വൽ ടു 0 ബി ബൈ എൻ എക്സെട്ര എൻ മൈനസ് 1 ഇൻറ്റു ബി ബൈ എൻ ഇൻറ്റു ബി. പിന്നെ പാർട്ടീഷൻ എടുത്തു. സി കെ ചൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. സി കെ നമ്മൾ ചൂസ് ചെയ്യുന്നത് കെ ബി ബൈ എൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക റീമാൻ സം കറസ്പോണ്ടിങ് ടു ദിസ് പാർട്ടീഷൻ വിത്ത് ദ ചോയ്സ് ഓഫ് കെ ബി ബൈ എൻ ഈക്വൽ ടു എസ് പി ഈക്വൽ ടു എടുത്ത്. ഇവിടെ നോം പി എന്താ വരിക ബി ബൈ എൻ ആണ് അല്ലേ. ബി ബൈ എൻ തന്നെയാണ് നോം പി വരുന്നത്. അപ്പോൾ എസ് പി ഈക്വൽ ടു കാണാം. എസ് പി ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n. ഇവിടെ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് എക്സ് തന്നെയാണ് കേട്ടോ. എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് ആക്കിയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് അല്ല എക്സ് സ്ക്വയർ ആണ് വരിക അല്ലേ. നമ്മളുടെ ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞാൽ എന്താണ് ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ് എക്സ് അല്ല എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അത് വ്യത്യാസം വരും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷനായിട്ട് ഇത് മാറും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം എസ് പി ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ അല്ലേ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n. എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആവുകൊണ്ട് എഫ് ഓഫ് സി കെ എന്ന് പറയുമ്പോൾ സി കെ സ്ക്വയർ ഇൻറ്റു എക്സ് കെ മൈനസ് 1 വരും. ഓക്കെ, ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n. സി കെ എന്ന് പറയുന്നത് കെ ബി ബൈ എൻ. അപ്പോൾ കെ ബി ബൈ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് കെ എന്ന് പറയുന്നത് എന്ത് വരും കെ ബി ബൈ എൻ അല്ലേ. സി കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ ബി ബൈ എൻ ഹോൾ സ്ക്വയർ. എക്സ് കെ എന്ന് പറയുന്നത് എന്താണ് സി കെ ആണ്. സി കെക്ക് ചേഞ്ച് ഇല്ല, സി കെ അത് തന്നെയാണ് എടുക്കുന്നത്. കെ ബി ബൈ എൻ മൈനസ് കെ മൈനസ് 1 ഇൻറ്റു ബി ബൈ എൻ വരും. ഓക്കെ, ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലോങ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ സ്ക്വയർ ബി സ്ക്വയർ ബൈ എൻ സ്ക്വയർ അല്ലേ. കെ ബി ബൈ എൻ ആയിരുന്നു, കെ ബി ബൈ എൻ ഹോൾ സ്ക്വയർ ആയിരുന്നു സി കെ. അപ്പോൾ എന്ത് വരും കെ സ്ക്വയർ ബി സ്ക്വയർ എൻ സ്ക്വയർ. ഓക്കെ, ഇൻറ്റു കെ ബി ബൈ എൻ മൈനസ് കെ മൈനസ് 1 ഇൻറ്റു ബി ബൈ എൻ അല്ലേ. ഈക്വൽ ടു എന്ത് എഴുതാം സിഗ്മ കെ ഈക്വൽ ടു 1 to n
കെ സ്ക്വയർ ബി സ്ക്വയർ ബൈ എൻ സ്ക്വയർ. ഇപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആൻസർ എന്താ വന്നത്, ബി ബൈ എൻ അല്ലേ. തെറ്റ് ചെയ്താകുമ്പോൾ ബി ബൈ എൻ വരുന്നത്. ഈക്വൾ ടു നമുക്ക് എന്ത് എഴുതാം, സിഗ്മ കെ ഈക്വൾ ടു 1 to n കെ സ്ക്വയർ ഇൻറ്റു ബി ക്യൂബ് ബൈ എൻ ക്യൂബ് എന്ന് വരും അല്ലേ. ബി ക്യൂബ് ബൈ എൻ ക്യൂബ് എന്ന് വരും. ഈക്വൽ ടു ബി ക്യൂബ് ബൈ എൻ ക്യൂബിനെ എന്ത് ചെയ്യുക, ഔട്ട് സൈഡ് എടുക്കുക. സിഗ്മ കെ ഈക്വൾ ടു 1 to n കെ സ്ക്വയർ ഉണ്ട്. സിഗ്മ കെ ഈക്വൾ ടു 1 to n കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 അല്ലേ. അപ്പോൾ ഈക്വൽ ടു ബി ക്യൂബ് ബൈ എൻ ക്യൂബ് ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. ഓക്കെ, ഈക്വൽ ടു ഇനി എന്ത് ചെയ്തതുപോലെ തന്നെ ചെയ്യുക, ബി ക്യൂബ് ബൈ 6 എന്ന് പറയുക. ഈ 6നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ എൻ ക്യൂബ്. അങ്ങോട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ ഉള്ളിലേക്കൊക്കെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ബി സ്ക്വയർ ബൈ 6 ഇൻറ്റു 2 പ്ലസ്, അതായത് എൻ ക്യൂബ് വരുന്ന രീതിയിൽ 3 ബൈ എൻ പ്ലസ് 1 ബൈ എൻ സ്ക്വയർ ഇതാണ് വരുന്നത്. ഇതെന്ത് ചെയ്യുക, ആദ്യം എന്നിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, എൻ സ്ക്വയർ പ്ലസ് എൻ. വീണ്ടും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 2n സ്ക്വയർ. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നമ്മളിങ്ങനെ 3 ബൈ എൻ പ്ലസ് 1 ബൈ എൻ സ്ക്വയർ ഈ ഫോമിൽ എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നോം n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ വാല്യൂ ഇതിലേക്ക്, പെർട്ടിക്കുലർ വാല്യൂ ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നോം പി ടെൻസ് ടു 0 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഇത് കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും, ഈക്വൽ ടു, ഇതാണ് നമ്മളുടെ എസ് പി അല്ലേ. എസ് പി എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും, ബി ബൈ എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുക പറയുമ്പോൾ ഈ വാല്യൂ എന്തായി മാറും, 0 ആയി മാറും. ഇത് 0 ആയി മാറും, ഇതും 0 ആയി മാറും അല്ലേ. നേരത്തെ നമുക്ക് ഇവിടെ 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 1 കൊണ്ട് നമ്മൾ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെയാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇവിടെ 2 ആണ്. അപ്പോൾ ഇതും 0 ആയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, എസ് പി ഈക്വൾ ടു ബി ക്യൂബ് ബൈ 6 ഇൻറ്റു 2ഉം കൂടെ ഉണ്ട് അല്ലേ. ആ 2 ഇതും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് എന്ത് വരും, എസ് പി ഈക്വൾ ടു ബി ക്യൂബ് ബൈ 3 എന്ന് വരും. ഓക്കെ, എസ് പി ഈക്വൾ ടു ബി ക്യൂബ് ബൈ 3. എസ് പി അപ്പോൾ എഫ് എന്നുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ബിയിൽ നിന്നും മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിലേക്കുള്ള ഫംഗ്ഷനും എഫ് ഇൻറ്റഗ്രബിളും ആവുകൊണ്ട് തന്നെ എഫ് ഇൻറ്റഗ്രൽ 0 ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്താണ്, എസ് പി ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ക്യൂബ് ബൈ 3 എന്ന് വരും. ഓക്കെ, അതായത് ഇൻറ്റഗ്രൽ 0 ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ബി ക്യൂബ് ബൈ 3 ആണ് കിട്ടും. അപ്പോൾ ഇതൊരു പോർഷൻ കിട്ടി. ഇനി അതേപോലെ തന്നെ എന്ത് എഴുതുക, എ ഗ്രേറ്റർ ദാൻ 0ക്ക്. അപ്പോൾ എന്ത് വരും, എ ഗ്രേറ്റർ ദാൻ 0ക്ക് സിമിലർലി എന്ന് പറഞ്ഞ് എഴുതാൽ മതി. സിമിലർലി ഇൻറ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് ഇൻറ്റഗ്രൽ 0 ടു എ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും, എ ക്യൂബ് ബൈ 3 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡിറ്റീവ് റൂൾ അപ്ലൈ ചെയ്യുക. അഡിറ്റീവ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇൻറ്റഗ്രൽ 0 to b f of x 0 to a f of x dx plus integral a to b f of x dx equal to integral 0 to b f of x dx ആണ് അല്ലേ. അതാണ് നമ്മുടെ അഡിറ്റീവ് റൂൾ. അതായത് ഇൻറ്റഗ്രൽ 0 to a x dx പ്ലസ് ഇൻറ്റഗ്രൽ a to b x അല്ല എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to b എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ 0 ടു എക്സ് സ്ക്വയർ ഡി എക്സ് എന്താ കിട്ടിയത്, എ സ്ക്വയർ ബൈ എ ക്യൂബ് ബൈ 3 അല്ലേ. പ്ലസ് ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ബി ക്യൂബ് ബൈ 3. അപ്പം ഇതെന്ന് എഴുതാം, ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ബി ക്യൂബ് ബൈ 3 മൈനസ് എ ക്യൂബ് ബൈ 3 എന്ന് പറയും. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തത്, ഒരു വ്യത്യാസമല്ല. ഒന്നും കൂടെ വേണമെങ്കിൽ പറയാം, നമുക്ക് ഇതായിരുന്നു വന്നിരുന്നത്, ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് ബി ക്യൂബ് ബൈ 3 മൈനസ് എ ക്യൂബ് ബൈ 3 ആയിരുന്നു ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബി ഗ്രേറ്റർ ദാൻ 0ക്ക് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ എന്നുള്ള വാല്യൂ, അതുപോലെ തന്നെ ബി എന്നുള്ള പാർട്ടീഷൻ ഇതും സി കെ എന്നുള്ളത് ചോയ്സ് ആയിട്ട് എടുത്തു. എസ് പി എന്ന് പറയുന്നത് സിഗ്മ കെ ഈക്വൾ ടു 1 എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ എന്ന് എടുത്തു. അതുപോലെ തന്നെ എസ് പി എന്ന് പറയുന്നത് എസ് പി അങ്ങനെ എടുത്തു അല്ലേ. നമുക്ക് എസ് പി ഈക്വൾ ടു സിഗ്മ എഫ് ഓഫ് സി കെക്ക് വരുന്നത് എടുത്തു, സി കെ സ്ക്വയർ എന്ന് എടുത്തു, എക്സ് കെ മൈനസ് 1 എടുത്തു. സിഗ്മ കെ ഈക്വൾ ടു 1 കെ ബി ബൈ എൻ ഹോൾ സ്ക്വയർ, സി കെ എന്ന് പറഞ്ഞാൽ കെ ബി ബൈ എൻ ആണ്.
കെ ബി ബൈ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് കെ എന്ന് പറഞ്ഞാൽ കെ ബി ബൈ എൻ മൈനസ് എക്സ് കെ മൈനസ് 1 എന്ന് പറഞ്ഞാൽ കെ ബി മൈനസ് കെ എൻ മൈനസ് 1 ബൈ ഇൻറ്റു പി ബൈ എൻ. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തതാണിത്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n സി കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ ബി ബൈ എൻ ഹോൾ സ്ക്വയർ, കെ ബി ബൈ എൻ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ സ്ക്വയർ ബി സ്ക്വയർ ബൈ എൻ സ്ക്വയർ. ഇതിനെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ ബി ബൈ എൻ വരും. അപ്പോൾ ഇത് കെ സ്ക്വയർ ഇൻറ്റു ബി ക്യൂബ് ബൈ എൻ ക്യൂബ് എന്ന് വരും. ബി ക്യൂബ് ബൈ എൻ ക്യൂബ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക, ആൻസർ വരും. ഇതിന് നമുക്ക് എന്ത് എഴുതാം? ഇൻറ്റു n + 1 ഇൻറ്റു 2n+1/6 എന്ന് എഴുതാം അല്ലേ. ഈക്വൽ ടു ബി ക്യൂബ് ബൈ 6 ഇൻറ്റു n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/n³. അതായത് ഇതിന് 6നെ ഇങ്ങോട്ടും n ക്യൂബിനെ ഇങ്ങോട്ടും കൊടുക്കുന്നു. ഇതിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫോമിൽ കിട്ടും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഈ ബി 3/n-ഉം 1/n² എന്തായി പോകും? 0 ആവും അല്ലേ. n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് രണ്ടും എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ബി ക്യൂബ് ബൈ 6 ഇൻറ്റു 2 എന്നുണ്ടാവും. അപ്പോൾ എസ് ബി എന്ന് പറയുന്നത് ബി ക്യൂബ് ബൈ 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ എഫ് ഇൻറ്റഗ്രബിൾ ആവുകൊണ്ട് തന്നെ നമുക്ക് എസ് പി ഈക്വൽ ടു എഫ് ആണെന്ന് എഴുതിക്കൂടെ. ഇൻറ്റഗ്രൽ 0 to b f of x dx എന്താണ്? എസ് പി ആണ് വരും അല്ലേ. ഈക്വൽ ടു ബി ക്യൂബ് ബൈ 3 ഈക്വൽ ടു 0 to b x² dx എന്ന് വരും. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? എ ഗ്രേറ്റർ ദാൻ 0ക്ക് എ ക്യൂബ് ബൈ 3 ആണെന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? അഡിറ്റീവ് റൂൾ യൂസ് ചെയ്യുക. അഡിറ്റീവ് റൂൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 to x² dx പ്ലസ് a to b x² dx ഈക്വൽ ടു 0 to x² dx ബി ക്യൂബ് ബൈ 3 പ്ലസ് 0 to b. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് a to b x² dx എന്ത് കിട്ടും? b² ബൈ 3 മൈനസ് ബി ക്യൂബ് ബൈ 3 മൈനസ് എ ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു 3 ഇപ്പം ഞാൻ പറഞ്ഞ ഈ 3 റൂളുകൾ വെച്ചിട്ടും നമുക്ക് ഉള്ള പ്രോബ്ലമാണ്. ഡയറക്റ്റായിട്ട് നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരുന്ന പ്രോബ്ലമാണ്. നമുക്ക് ഇൻറ്റഗ്രേഷൻ അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷെ നമ്മളോട് ഈ റൂള് വെച്ചിട്ട് ചെയ്യാൻ പറയുകയാണ്. യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻറ്റഗ്രൽ വരുന്നത് 0 to 2 2t മൈനസ് 3 dt അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ 3 പ്രോപ്പർട്ടി ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞത് ഇൻറ്റഗ്രൽ a to b c ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ എന്ത് വരും? സി ഇൻറ്റു ബി മൈനസ് എ. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ b² ബൈ 2 മൈനസ് a² ബൈ 2. മൂന്നാമത്തത് ഇൻറ്റഗ്രൽ 0 to a to b x² dx എന്ത് വരും? ബി ക്യൂബ് ബൈ 3 മൈനസ് a³ ബൈ 3. അപ്പോൾ ഡയറക്റ്റായിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ആൻസർ എഴുതാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് ഇൻറ്റഗ്രൽ 0 to 2t മൈനസ് 3 dt അല്ലേ. 2 ഇൻറ്റു ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇൻറ്റഗ്രൽ 0 to 2 രണ്ടെണ്ണമായിട്ട് ഇൻറ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2 t dt മൈനസ് ഇൻറ്റഗ്രൽ 0 to 2 3 dt. ഇൻറ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തു. നമ്മളുടെ എഫ് ഓഫ് എക്സ് പ്ലസ് താൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്ത് സം ഓൺ ഡിഫറൻസ് റൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? then സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം 2 ഇൻറ്റു ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ടാണ് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 0 to 2t dt അതായത് a to b x dx വേരിയബിൾ ചേഞ്ചു എന്നോ ലിമിറ്റ് ചേഞ്ചു അതൊന്നും പ്രശ്നമല്ല. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. a to b x dx ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? b² ബൈ 2 മൈനസ് a² ബൈ 2 അല്ലേ. അപ്പോൾ 0 to 2t dt എന്ന് പറഞ്ഞാൽ എന്താ വരിക? അപ്പർ ലിമിറ്റിൻ്റെ സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ. അപ്പോൾ ഇത് വരും 2² b². അതായത് നമുക്ക് പറഞ്ഞിരുന്നില്ല ഇൻറ്റഗ്രൽ a to b x dx ഈക്വൽ ടു എന്തായിരുന്നു? b² ബൈ 2 മൈനസ് a² ബൈ 2 അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇവിടെ എന്തെഴുതാം? 0 to 2t dt എന്ത് എഴുതാം? 2² ബൈ 2 മൈനസ് 0² ബൈ 2 അല്ലേ. മൈനസ് അതുപോലെ ഇത് 3 ഇൻറ്റു 0 to 2 3 dt ഇത് നമ്മളെന്താ പറഞ്ഞത്? ഇൻറ്റഗ്രൽ a to b സി ഡി എക്സ് എന്താ പറഞ്ഞത്? സി ഇൻറ്റു ബി മൈനസ് എ അല്ലേ. അപ്പോൾ അതും ഇവിടെ കൊടുക്കുക, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ സി എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 2 മൈനസ് 0 ഇതിവിടെ അപ്ലൈ ചെയ്തു. സീൻ്റെ പ്ലേസിൽ ഇവിടെ 3 ആണ്, ബീൻ്റെ പ്ലേസിൽ 2 3 ഇൻറ്റു 2 മൈനസ്. അപ്പോൾ ഡയറക്റ്റായിട്ടാണ് ആൻസർ എഴുതുകയാണ്. 2 ഇൻറ്റു ഇതൊരു 2² ബൈ 2 എന്ന് പറയുമ്പോൾ 2 വരും അല്ലേ. 4 ബൈ 2 എന്ന് പറയുമ്പോൾ 2 മൈനസ് 6 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 4 മൈനസ് 6 ഈക്വൽ ടു -2. ഓക്കെ, -2 ആണ് ആൻസർ വന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്രോപ്പർട്ടി മാത്രം, അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഡയറക്റ്റായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ അടുത്ത ഇൻറ്റഗ്രൽ നോക്കാം. ഇൻറ്റഗ്രൽ വാല്യൂ കാണാനാണ്.
നമുക്ക് ഇഷ്ടമുള്ള ഫോമിൽ എഴുതട്ടെ. യൂസിങ് ദിസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യണം. അടുത്തത് നെക്സ്റ്റ് പറയുന്നത് ഇൻറ്റഗ്രൽ 1 to 3. അപ്പോൾ നമുക്ക് 1 to 3x² പ്ലസ് എക്സ് മൈനസ് 5 dx ഇതാണ് നമുക്ക് കാണേണ്ടത്. ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും, ഈക്വൽ ടു സമം ഡിഫറൻസ് റൂളും വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 1 to 3x² dx പ്ലസ് 1 to 3x dx മൈനസ് 1 to 3 5 dx ഇങ്ങനെ എഴുതാം അല്ലേ. ഈക്വൽ ടു 3 ഇൻറ്റു ഇൻറ്റഗ്രൽ 1 to 3x² dx. പിന്നെ 3നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തുന്നുള്ളൂ. പ്ലസ് 1 to 3 ഒന്നുകൂടി സ്റ്റെപ്പ് എഴുതുകയാണ്. എക്സ് ഡി എക്സ് മൈനസ് 1 to 3 5 dx വരും. ഓക്കെ, ഈക്വൽ ടു ഇതെന്താണ് ഇൻറ്റഗ്രൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻറ്റഗ്രൽ a to b x² dx എങ്ങനെ എഴുതിയിരുന്നത്, b³ / 3 മൈനസ് a³ / 3 അല്ലേ. അപ്പോൾ ഇതിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, ഇത് ഈക്വൽ ടു 3³ / 3 മൈനസ് 1³ / 3 മൈനസ് പ്ലസ് ഇതെന്ത് വരും, 3² / 2 മൈനസ് 1² / 2 അല്ലേ. ഇതിവിടെ മൈനസ് എന്ത് വരും, മൈനസ് ഇത്രയും പോർഷൻ മൈനസ് ഇത് പറയുമ്പോൾ 5 ഇൻറ്റു 3 മൈനസ് 1. ഓക്കെ, ഈക്വൽ ടു 3 ഇൻറ്റു 3² / 3 അറിയുമ്പോൾ എന്ത് വരും, 9 വരും അല്ലേ. അപ്പോൾ നമുക്കിത് ആൻസർ ചെയ്യും. 3² / 3 അറിയുമ്പോൾ 3³ / 3 3³ / 3 3³ എന്ന് പറയുമ്പോൾ എന്ത് വരും, 27 അല്ലേ. 27/3 എന്ന് പറയുമ്പോൾ 9 മൈനസ് 1/3 പ്ലസ് 3² / 2 മൈനസ് 1/2 ലാസ്റ്റ് ആൻസർ എഴുതുന്നുള്ളൂ. ലാസ്റ്റ് ആൻസർ വരുന്നത് 20 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്, അതായത് ഈ റൂളുകൾ വെച്ചിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കുറച്ച് 2-3 റൂളുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ജസ്റ്റ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. ഇനി ഒരു പ്രോബ്ലം, ഇത് നമുക്ക് വേറൊരു റൂൾ വെച്ചിട്ട്, അതിൽ തന്നെ നമ്മൾ ഡോമിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു റൂൾ പഠിച്ചിരുന്നു അല്ലേ. f(x) > g(x) ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റഗ്രൽ വാല്യൂ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ആ റൂൾ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. യൂസ് ദ ഇനീക്വാലിറ്റി. പ്രോബ്ലം വരുന്നത് യൂസ് ദ ഇനീക്വാലിറ്റി cos x > 1 മൈനസ് x² / 2. ഓക്കെ, ഈ ഒരു ഇനീക്വാലിറ്റി വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ദ lower bound for the value of integral 0 to 1 cos x dx. അപ്പോൾ നമ്മളോട് പറയുന്നത് ഈ ഒരു ഇനീക്വാലിറ്റി വെച്ചിട്ട് ഇൻറ്റഗ്രൽ 0 to 1 cos x dxൻ്റെ ലോവർ ബൗണ്ട് കണ്ടെത്താനാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അല്ലേ, ഡോമിനേഷൻ എന്നുള്ളൊരു റൂൾ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു ഡോമിനേഷൻ എന്ന് പറയുന്നത്, f(x) > g(x) എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റഗ്രൽ a to b f(x) dx > ഇൻറ്റഗ്രൽ a to b g(x) dx ആണെന്നുള്ള ഒരു റൂള് നമ്മൾ പറഞ്ഞതായിരുന്നു, പ്രോപ്പർട്ടി പറഞ്ഞതായിരുന്നു അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം, ഈക്വൽ ടു cos x > 1 മൈനസ് x² / 2 എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ഇനീക്വാലിറ്റി അല്ലേ. ഇത് നമുക്ക് തന്ന ഇനീക്വാലിറ്റിയാണ് പ്രോബ്ലത്തിൽ. അപ്പോൾ ഈ ഇനീക്വാലിറ്റി വെച്ചിട്ട് ഇതിൻ്റെ 0 to 1 ഉള്ള ഇൻറ്റഗ്രൽ ആകുമ്പോഴുള്ള ലോവർ ബൗണ്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ cos x > ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രൽ വാല്യൂ എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ 0 to 1 cos x dx > ഇൻറ്റഗ്രൽ 0 to 1 മൈനസ് x² / 2 dx എന്ന് എഴുതാം അല്ലേ. എന്താ ചെയ്ത് ഈ ഒരു f(x) > g(x) എന്നുള്ളതിന് പകരം cos x > ഇതാണെന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇൻറ്റഗ്രൽ വാല്യൂ > 1 എഴുതാം അല്ലേ. ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 cos x dx > ഇതിനെന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻറ്റഗ്രൽ 0 to 1 dx മൈനസ് ഇൻറ്റഗ്രൽ 0 to 1 x² / 2 dx. ഓക്കെ,
ഇങ്ങനെ എഴുതി കൊടുക്കാം. ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതെന്താണ് 1 ഇൻറ്റു 1 മൈനസ് 0 അല്ലേ, മൈനസ് ഇവിടെ ഒരു 1/2 കോമൺ ആയിട്ട് പുറത്തുണ്ട്, അതിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതെന്താ വരിക 0 to 1 x² dx എന്ന് പറഞ്ഞാൽ b³ / 3 മൈനസ് a³/3. അപ്പോൾ എന്ത് വരും 1³ / 3 മൈനസ് 0³ / 3 എന്ന് വരും അല്ലേ. ഈക്വൽ ടു ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/2 ഇൻറ്റു 1/3 മൈനസ് 0 എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5/6. 1 മൈനസ് 1/2 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ 1/6 എന്ന് വരും. 1 മൈനസ് 1/6 എന്ന് വരും. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 മൈനസ് 1/6 എന്ന് പറയുമ്പോൾ 5/6 എന്ന് വരും. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to 1 cos x dx എന്നുള്ളതിൻ്റെ ലോവർ ബൗണ്ടാണ് എന്തെന്ന് കിട്ടി 5/6 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഒരു ഇനീക്വാലിറ്റി തന്നിരുന്നു cos x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് x²/2. അപ്പോൾ ഇതിൽ ഇൻറ്റഗ്രൽ വാല്യൂ വരുമ്പോൾ ഉള്ള ലോവർ ബൗണ്ടാണ് കാണേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇൻറ്റഗ്രേഷനാണ് കാണുക. ഇത് ഇൻറ്റഗ്രേഷൻ കാണാൻ എന്ത് ചെയ്ത് ഡോമിനേഷൻ എന്നുള്ള ഇൻറ്റഗ്രേഷൻ്റെ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു g(x) എന്നുള്ള പ്ലേസിൽ എന്ത് വരും ഇൻറ്റഗ്രൽ 0 to 1 f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ വാല്യൂ. ഇതിനെന്ത് ചെയ്തു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ റൂൾ വെച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇതെന്ത് വരും 1 ഇൻറ്റു 1 മൈനസ് 0 1 മൈനസ് 1/2 ഇൻറ്റു കൊടുത്തു കഴിഞ്ഞാൽ 5/6 വരും. 5/6 ആണ് ഇതിൻ്റെ എന്ത് കിട്ടുന്നത് ലോവർ ബൗണ്ട് എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ.